എന്താ നിന്നെ ഞാനിപ്പോ കൊല്ലൂടി. തലവേദന എനിക്ക് രക്ഷപ്പെട്ടു അമ്മ. അവക്ക് ബോധം ഇല്ലാന്ന് തോന്നുന്നു. പരസ്യമായിട്ട് ഇങ്ങനെ കൊല്ലാൻ സമൂഹത്തിലുള്ള ആരെങ്കിലും വരുമോ? ഇത് അവളുടെ ദേഹത്ത് ഗൗരിയുടെ പിശാച് കയറിയത് അമ്മ. തുറക്കൂലടി, ഒന്നാലും ഞങ്ങൾ തുറക്കില്ല. വാതില് പൊളിച്ചിങ്ങോട്ട് വരുമോ? ആ മാതൃക ഇലസം ചരടും എടുത്ത് വേഗം കെട്ടണം. അതെവിടെ? അത് മേശപ്പുറത്തുണ്ട്. അമ്മ അയ്യോ, പെട്ടെന്ന് കെട്ട്. എനിക്ക് കാണിക്കാൻ. അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവള് പോയി കാണുമോ? പോയി കാണുമോ? അതല്ലേ ഞാൻ ചോദിച്ചേ. കാണുമായിരിക്കും. അവിടെ കാണുമായിരിക്കുന്നോ? അല്ല, പോയി കാണുമായിരിക്കുമെന്ന്. നീ ഒന്ന് വാതിൽ തുറന്ന് നോക്കിയേ. പിന്നെ എന്റെ തലയിൽ കൂടെ വണ്ടി ഓടുമല്ലേ. ഈ ഏലസ് കെട്ടിയാലേ ദേഹത്ത് തൊട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്തെങ്കിലും സാധനം എടുത്ത് തലയിൽ എറിഞ്ഞാലേ തീർന്നില്ലേ കഥ. അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല. ഇതിപ്പോ മനസ്സമാധാനത്തോടൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. ഈ ഗൗരി എങ്ങനെ കയറൂരി വിട്ടാ ശരിയാവില്ല. ആ ഗുരുവമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഗുരുവമ്മ എന്ന് വരുമെന്നോ എപ്പോ വരുമെന്നോ അവർക്ക് തന്നെ അറിയുള്ളൂ. അവരുടെ കുറച്ച് ശിഷ്യഗണങ്ങളുണ്ടല്ലോ, അവര് ചെയ്യുന്ന ഒന്നും ഫലിക്കൊന്നുമില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ പറയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ആ കത്രിയെ കുത്തിന്ന് രക്ഷപ്പെട്ടതേ അവര് മുന്നേ ജപിച്ചു തന്ന ഈ ഏലസ് കാരണോ? ആ, അതും ശരിയാ. മോളെ, നീ ആ വാതിലിനടുത്ത് എന്നേ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കാമോ? അമ്മയ്ക്കെന്താ പോയാ? പേടിയാ മോളെ. അത് പിന്നെ എനിക്കില്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? നീ ഇപ്പൊ പോയി നോക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ നോക്കാം. പോരെ? ഓ, എന്റെ വിധി. ഇന്ന് തോന്നുന്നു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. മോളെ, അവള് പോയെന്ന് ഉറപ്പാണെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരാമോ? എവിടെ? അടുക്കളയില്. ടെൻഷനായി കാണും. വിശക്കുന്നുണ്ടാവും അല്ലേ? അതെ. മിണ്ടാതെ ഇവിടെങ്ങാനും കിടന്ന് ഉറങ്ങിക്കോണം. ഉള്ള ജീവൻ ഇപ്പൊ പോയേനെ.
അതിനിടയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് തിന്നാൻ പോണെന്ന് പറയാൻ ഇങ്ങനെ തോന്നുന്നു. എനിക്ക് വിശക്കും. അവിടെ കയറി കിടക്കമ്മേ, കയറി കിടക്കമ്മേ. ശോ. ഗംഗേ, ഗൗരി ചേച്ചി, ഗംഗ പേടിക്കണ്ട. നിന്റെ ശരീരത്തിൽ ഞാൻ കേറിയതാ. ഞാൻ എന്റെ ഡയറിയും മൊബൈലും എടുക്കാമെന്ന ഹൈമാവതിയും ശ്രേയയും ഓടിച്ചതാ. നീ അത് രണ്ടും ഭദ്രമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരത് മോഷ്ടിക്കും. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അതെടുത്ത് മാറ്റിവെക്കാം. ഇത് ഇവിടെ സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല. അതെനിക്കറിയാം. നാളെ തന്നെ ഇത് ഞാൻ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാം. ഇന്നിനി അവരുടെ ശല്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ, രണ്ടും നന്നായി പേടിച്ചിട്ടുണ്ട്. ഇന്നിനി ഈ പരിസരത്തേക്ക് വരില്ല. ഗൗരി ചേച്ചി, ചേച്ചി പോയോ? ഇല്ല ഗംഗേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഗംഗേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞ നീ സാധിച്ചു തരുമോ? എന്താ ചേച്ചി? ചേച്ചി പറ. എനിക്ക് എന്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അതാണോ? എന്നിലൂടെ ചേച്ചിക്ക് മാളുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കാമല്ലോ.
നമ്മൾ ചെയ്തതെല്ലാം വൃഥാവിലായി. അയ്യോ, അതെന്താ? എല്ലാം പറഞ്ഞ പോലെ കൃത്യമായി തന്നെ ചെയ്തത്. ഗൗരി അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഗൗരിയുടെ ശക്തിയില്ലാതെ ഗംഗയ്ക്ക് ഇന്നലെ ചെയ്ത പോലെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. അതാണ് സംശയം. ഒരു സംശയവും വേണ്ട. ഗൗരി നമ്മുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? ഗംഗയാണ് ഗൗരിയെ രക്ഷിച്ചത്. ഗംഗയോ? അവളെങ്ങനെ? അവൾക്ക് സഹായം ലഭിച്ചിരിക്കുന്നു. സ്വാത്വികനായ മാന്ത്രികന്റെ സാന്നിധ്യമാണ് കാണുന്നത്. പടിഞ്ഞാറ്റില്ലത്തെ ഭട്ടതിരിയാണെന്ന് തോന്നുന്നു. അതെ, അയാൾ തന്നെയാ അന്ന് എന്റെ ദേഹത്തെ ബാധ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് അവൾ കൊണ്ടുവന്നത്. അപ്പൊ ഉറപ്പായി ഭട്ടതിരിയുടെ മന്ത്രസിദ്ധിയുടെ സഹായത്തോടെ ഗംഗയാണ് ഗൗരിയെ മോചിപ്പിച്ചത്. അവിടെ കാവലിന് നിർത്തിയ ദുർമൂർത്തിയെ അവർ നശിപ്പിച്ചു. ഗൗരി അവളിപ്പോൾ കൂടുതൽ ശക്തയായി. ഓരോ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുമ്പോഴും അവൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു. ഗൗരിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പറ്റില്ലേ? അത് ഞാൻ മുമ്പ് പറഞ്ഞതാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൗരി അതിശക്തയാണ്. താൽക്കാലികമായി കാര്യങ്ങളല്ലാതെ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. തൽക്കാലം അവളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രച്ചരടുകൾ ഞാൻ നൽകാം. അതല്ലാതെ ഉടനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ചെയ്യണം. ഗുരുവമ്മ തിരിച്ചു വരട്ടെ. അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. ഗൗരി ചേച്ചിയുടെ മൊബൈലൊന്ന് നോക്കാം. ഇത് ഓണാവുന്നില്ലല്ലോ. ചാർജ് ഇല്ലാത്തോണ്ടായിരിക്കോ? ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഡയറി എടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ? വിവാഹമായിരുന്നു. ഞാനും മഹിയേട്ടനും ഒരുപാട് നാൾ സ്വപ്നം കണ്ട ദിവസം. ഇനിയുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതാകുന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ ജീവിതം ആരംഭിക്കുകയാണ്. മഹിയേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സന്തോഷമുള്ളൊരു ജീവിതമാണ് മഹിയേട്ടൻ എനിക്ക് നൽകാൻ ശ്രമിക്കുന്നത്.
ഗംഗ എന്തെടുക്കുക? ഞാനിവിടെ വെറുതെ. ഇന്നലെ രാത്രി എന്തൊക്കെയാ ഇവിടെ നടന്നത്? അത് ഗോകുല് പോലീസിനെ വിളിച്ചോണ്ട് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാ. അങ്ങനെ വെറുതെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? അവൻ എത്രയോ പ്രാവശ്യം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. നീ മഹിയും കുട്ടി ഇതിനു മുൻപ് മാളുവിനെ കാണാൻ അവരുടെ വീട്ടിൽ കയറിയിട്ടുള്ളതല്ലേ? അതുകൊണ്ടല്ലേ ഇപ്രാവശ്യവും ആരോ കയറിയതിന് അവര് നീയാണെന്നും പറഞ്ഞ് കൈലാസം വീട്ടിൽ പോലീസിനെയും കൊണ്ടുവന്ന് കയറി ഇറങ്ങിയത്? അത് അന്ന് മാളു ആഹാരം പോലും കഴിക്കാതെ അവിടെ ജയിലിൽ കഴിയുന്നത് പോലെ ജീവിക്കാന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാനും മഹേട്ടനും കൂടി പോയി മാളുവിനെ കണ്ടത്. ഇനി എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്തൊക്കെയാ ചെയ്യാൻ ഭാവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗംഗെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് ഈ വീടിന്റെ പേരും അന്തസ്സും കളയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അനാവശ്യമായി കൈലാസം വീട്ടിൽ പോലീസ് കയറി ഇറങ്ങരുത്. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ഒരു റിയാക്ഷനും ഇല്ലാതെ നിന്നാ ഞാൻ അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, അങ്ങനെ വാ തുറന്നു പറയണം. അവരുടെ വീട്ടിൽ നിന്ന് ഗൗരിയുടെ ഡയറിയും മൊബൈലും നീ എടുത്തത് എവിടെ? ഞാനൊന്നും എടുത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇനി ഇതൊന്നും ഇവിടെ സൂക്ഷിച്ച ശരിയാവില്ല. ഉടനെ തന്നെ മാറ്റണം. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ഡയറി വീട്ടിൽ വെക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഭട്ടതിരിയോട് ചോദിച്ച് ഒരു തീരുമാനം എടുക്കാമല്ലോ എന്ന് കരുതി. ഗംഗ പറഞ്ഞത് ശരിയാ. തൽക്കാലം ഇത് വീട്ടിൽ സൂക്ഷിക്കണ്ട. സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ആ വീട്ടിൽ തന്നെയുണ്ട്. മനസ്സിലായില്ല. അവിടത്തെ സർപ്പക്കാവ്. ഡയറിയും ഫോണും സുരക്ഷിതമായി സർപ്പക്കാവിൽ സൂക്ഷിക്കാം. പക്ഷെ ഭട്ടതിരി അവിടെ വെച്ചാൽ ആരെയും കാണില്ലേ? അതിന് വഴിയുണ്ട്. ആ സർപ്പക്കാവിൽ ഒരു രഹസ്യ അറയുണ്ട്. അത് ആർക്കും അധികം അറിയില്ല. അത് മാത്രവുമല്ല, അവിടെ നാഗത്തന്മാരുടെ കാവലുമുണ്ടാവും. സാവകാശം എടുത്തു വയ്ക്കുന്നതാണ് അതിന്റെ ബുദ്ധി. തിരുമേനി പറയുന്ന പോലെ ചെയ്യാം. തൽക്കാലം അതാണ് സുരക്ഷിതം. എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ശത്രുക്കളത് തട്ടിയെടുക്കും. മനസ്സിലായി. അങ്ങയുടെ അഭിപ്രായം പോലെ ഈ കാര്യത്തിൽ എനിക്ക് തനിയെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. മഹേട്ടനോട് തൽക്കാലം പറയാനും പറ്റില്ല. നിന്റെ ഉദ്ദേശം നല്ലതാണ് കുട്ടി. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും.